ചില കമന്റ്സ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കമന്റ്സ് ഉണ്ടായിരിക്കും. അത് എങ്ങനത്തെ കമന്റ്സ് ആണെന്ന് പറയണ്ടല്ലോ. അതെ, കാരണം മോശപ്പെട്ട കമന്റ്സും വരാറുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെ ഡിവോഴ്സ് ചെയ്ത് പണക്കാരിയായ ഒരു പെണ്ണിനെ സുധിയെ കൊണ്ട് കെട്ടിക്കാന്നാ സുധിയുടെ അമ്മ കരുതുന്നത്. പുതുമകൾ കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സമയമില്ലാത്തതിന്റെ പേരില് എനിക്ക് കുറെ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ എനിക്ക് പുതുമകൾ കൊണ്ടുവരണം. ഇപ്പൊ ഡാൻസിലാണെങ്കിലും. Had a crush on classmate ever? അങ്ങനെ ചോദിച്ചാൽ Yes. Yeah. ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയ ഒരു ഗുരു ഉണ്ട് എനിക്ക്. അതായത് എൻ്റെ അടുത്ത് സംസാരിക്കാതെയും ആ ഒരു ദേഷ്യം വെച്ച് പെരുമാറിയ ഒരാൾ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും എനിക്കൊരു വിഷമല്ല. ഞാൻ ഇപ്പോഴും ഒരു സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് മാത്രം അവസരം വേണമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് പോലും അവസരങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇനി had a crush on classmate ever? അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആളുടെ പേരൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, ഏത് ക്ലാസ് ആന്ന് മാത്രം. കുടുംബങ്ങൾ എന്തിനാ. അതെ, അപ്പൊ ശാന്തന് വളർത്ത് ഗിഫ്റ്റ് കുട്ടി സത്യം പറഞ്ഞു. അപ്പോൾ ഏത് ക്ലാസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? +1. ആക്ടിങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അത് പാഷനായിട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നൃത്തമാണ് എന്ന് പറഞ്ഞ ഒരാളല്ലേ അഞ്ജലി. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മുടെ ഡാൻസ് ഇപ്പൊ എത്രയോ സ്കൂൾസ് റൺ ചെയ്യുന്നുണ്ട്. എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്തല്ല തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. തൃശ്ശൂരുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കഥ ഇന്നുവരെ എന്ന് പറഞ്ഞ സിനിമയില് നിഖില ചെയ്യുന്ന ആ ഒരു നിഖിലയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കൊറിയോഗ്രാഫി ചെയ്തതും അഞ്ജലിയാണ്. അതന്ന് ഭയങ്കര അധികം വൈറലായിരുന്നു. അഞ്ജലി അത് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആ വിഷ്വലൊക്കെ എല്ലാരും തന്നെ കണ്ടതാണ്. അതിലേക്ക് എങ്ങനെയാണ് അഞ്ജലി എത്തിയത്? ആ ഒരു ഭാഗം കൊറിയോ ചെയ്യാനായിട്ട് അഞ്ജലിയെ അവര് ക്ഷണിക്കുന്നത്, അത് നിഖിലയായിട്ട് നിങ്ങൾ വെൽ കണക്റ്റഡ് ആണോ? എങ്ങനെയാണ് അത്? അല്ലല്ല, ഞാൻ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ പറയാം. എൻ്റെ ഒരു ഗ്രാഫ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ സീരിയലിലേക്കുള്ള എൻട്രി പോലും ഞാനൊരു കൊറിയോഗ്രാഫി ആയിട്ട് പോയപ്പോഴാണ്. അതായത് ജോബി മാസ്റ്ററിന്റെ കൂടെ ഞാൻ എൻ്റെ കുട്ടികളായിട്ട് തിങ്കൾ കലമാനിലെ കൊറിയോഗ്രാഫി അവിടെ പിള്ളേരുടെ ഇതിനു വേണ്ടി പോയതാണ്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഞാൻ തിങ്കൾ കലമാനിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സീരിയലിലേക്കുള്ള എൻട്രിയുടെ കാരണം എന്ന് പറഞ്ഞാൽ ജോബി മാസ്റ്റർ ആണ്. അത് ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ പറഞ്ഞ പോലെ സീരിയൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഷോസ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. നമ്മുടെ സിത്തുമണിക്ക് എനിക്ക് സ്റ്റാർ സിംഗർ സീസൺ 9 എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റിയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞല്ലോ സീരിയല് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അറിയാലോ സ്കെഡ്യൂള് 1 to 15 ആണ് നമ്മൾ അവിടെ ഡേറ്റ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് 1 to 15 ആവണമെന്നില്ല. ചിലപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് കൂടുതലും പറഞ്ഞ പോലെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഡാൻസിന്റെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ തന്നെ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ തിങ്കളക്കന്മാർ അങ്ങനെ കഴിഞ്ഞു. അടുത്തത് പറഞ്ഞ പോലെ സ്റ്റാർ സിംഗറിൽ അതായത് സ്റ്റാർ സിംഗർ സീസൺ 9 എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി. സിത്തുവിന് എനിക്ക് കൊറിയോഗ്രാഫി പറ്റി. അതിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കും സർഗോ സാറാണ് എനിക്ക് എൻ്റെ സത്യം പറഞ്ഞ ഒരു കരിയറിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു വന്നൊരു സാറാണ് സർഗോ സാറ്. അപ്പം അങ്ങനെ എനിക്ക് സീസൺ 9 ഇതേപോലെ ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നിഖില വിമലിന്റെ അടുത്തേക്ക് മീൻസ് കൊറിയോഗ്രാഫിയിലേക്ക് എത്തുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് വിഷ്ണുവേട്ടൻ, നമ്മുടെ മണിയന്റെ അതായത് ഡയറക്ടർ, കഥയെന്ന് വരത്തെ ഡയറക്ടർ. അപ്പൊ ചേട്ടനെ എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഒരുപാട് വലിയ വർഷത്തെ പരിചയങ്ങളൊന്നുമല്ല, എന്നാലും എനിക്ക് വിഷ്ണുവേട്ടനെ അറിയാമായിരുന്നു. അപ്പം ഈ സീസൺ 9 കൊറിയോഗ്രാഫി കണ്ടിട്ടാണ് എന്നെ
ഇതിലേക്ക് വിളിക്കുന്നത്. ഓക്കെ. ഓക്കെ, അപ്പം ശരിക്കും ഒരു വഴികാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തിച്ചത് സീസൺ 9 ആണ്. ഓക്കെ. അപ്പം അതിലത്തെ കൊറിയോഗ്രാഫി കണ്ടിട്ടാണ് ഇങ്ങനെ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിഖില തന്നെയാണ് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യേണ്ടത്, ചെറിയൊരു പോർഷനാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത പിള്ളേരും നമ്മുടെ ഡാൻസ് സ്കൂളത്തെയാണ്, കലാകളരിയത്തെയാണ്. എന്റെ ഡാൻസ് സ്കൂളിന് പിള്ളേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ചാനലിലാണെങ്കിലും ഏഷ്യനെറ്റിലാണെങ്കിൽ നമ്മുടെ സ്റ്റാർ സിംഗറിൽ വന്നിട്ടുണ്ട്, ഡാൻസിങ് സ്റ്റാർസിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കലാകളരിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടി. പടക്കളം മൂവിയിൽ ചെയ്തു, അതിൽ നമ്മുടെ നിരഞ്ജനയുടെ കൂടെ നമ്മുടെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റി. എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്രം അവസരം വേണമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് പോലും അവസരങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിഖില വിമലിന്റെ കൊറിയോഗ്രാഫിയിലേക്ക് എത്തണത്. പക്ഷെ അത് ഒരുപാട് എനിക്ക് ഇത് തന്നു കേട്ടോ. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഒരുപാട് അവസരങ്ങൾ വന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത്, ഇപ്പൊ നമുക്കറിയാലോ 1 to 15 നമ്മുടെ സ്കെഡ്യൂള് കാരണം നമുക്ക് പലതും നോ പറയേണ്ടി വന്നു. പക്ഷെ നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണം. ഓക്കെ. അതേപോലെ വൈറലായ ഒന്നായിരുന്നു തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയില് ആ പാട്ട് ജീവാംശമായി എന്നുള്ള പാട്ടിന് ക്ലാസിക്കൽ രീതിയിൽ അന്ന് അഞ്ജലി ഡാൻസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടത്. അതും ഇത്തരത്തിൽ ഇങ്ങനെ ഓരോന്നും ചിലതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അതല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട് തോന്നുന്ന പാട്ടുകളൊക്കെ ഇതേപോലെ വീഡിയോ എടുത്ത് വെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഒരു ഹാബിറ്റ് ഇല്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അന്ന് ഇപ്പം ഈ തീവണ്ടി ഇറങ്ങി ആ ഒരു പാട്ട് കേട്ടും ഞാൻ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ചില സമയത്ത് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പം ഇപ്പൊ ചില കുട്ടികൾ ഇപ്പം ഞാൻ പറഞ്ഞ അവരുടെ കൂടെ ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാ. ഒരു ബ്രേക്ക് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ ഇട്ട് ഡാൻസ്, അവരുടെ കൂടെ ഞാനും ഡാൻസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഈ പാട്ട് ഞാൻ കേൾക്കണ ഇടയിൽ എന്നോട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്കൊരു ഡാൻസ് കളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ഈ പാട്ട് കേട്ട് ഇരിക്കുന്ന, പ്രത്യേകിച്ച് ഞാനൊരു ടോവിനോ ഫാൻ കൂടിയാണ്. അപ്പം ഞാനിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് എന്തൊക്കെയോ അത് ക്ലാസിക്കൽ ചെയ്താലോന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയം പെട്ടെന്ന് ചെയ്തു. അങ്ങനെ ആ ഒരു വീഡിയോയില് അറിയാം, അത് ഒരു വെറുതെ ഒരു ഫ്രീ ആയിട്ട് എടുത്തൊരു വീഡിയോ. കാരണം അതിലൊരു ഫോണിൽ മെസ്സേജ് പറഞ്ഞൊരു അതൊക്കെ കേൾക്കാണ്ട് അതങ്ങനെ എടുത്തു നോക്കിയപ്പോ കൊള്ളാ തോന്നി. ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തു. അതും എന്റെ സ്റ്റുഡൻസ് ആണ് എടുത്തിരുന്നതൊക്കെ. കാരണം അവർക്കൊരു ക്രേസ് ഉണ്ട്, കുട്ടികളുണ്ട്. എന്റെ കൂടെ നടക്കുന്ന 2 പേരുണ്ട്, രേഷ്മ, ബിനിഷ എന്ന് പറയും, 2 പേര്. അവരെ എവിടെ കണ്ടാലും ആൾക്കാർ പറഞ്ഞ എടവും വല്ലതും എന്നാ പറയാ. അപ്പൊ അങ്ങനെ ബിനിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ്, ഞാൻ അതായത് ആൾക്ക് വീഡിയോയിൽ എന്റെ കൂടെ വരണം എന്ന് ആഗ്രഹമില്ല, എന്റെ വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹം. അപ്പം ആളെ അതേപോലെ എടുത്തു, അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണ്, അല്ലാതെ ഞാൻ എടുത്തു വെക്കാറൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം പോലെ എനിക്കൊന്ന് അന്ന് ഞാൻ ചെയ്ത ആ സമയത്ത് അതുപോലെ സോങ്സ് ക്ലാസിക്കലിൽ ചെയ്യാനായിട്ട് ആരും ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാരും ക്ലാസിക്കൽ സോങ് ആണ് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ചെയ്യണം, വെസ്റ്റേൺ എല്ലാവരും ആ സ്റ്റൈലിനനുസരിച്ച് സോങ്സ് ആണ് സെലക്ട് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഒരു പാട്ടില് ക്ലാസിക്കൽ വേർഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ആ ഒരു ടൈമിൽ വൈറലായത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടം ഇപ്പം എല്ലാവരും അങ്ങനത്തെ സോങ്സിലൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പൊ വെസ്റ്റേൺ പാട്ടിന് തന്നെ ക്ലാസിക്കൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ബോളിവുഡിന് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അഞ്ജലിക്ക് അത് ചെയ്യാൻ പറ്റി. അന്ന് ഞാന് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കൂള് കോളേജുകളിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് ചെന്നിട്ടുണ്ട്. അന്ന് കിട്ടിയ ഒരു അംഗീകാരം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയതിനെക്കാട്ടും എനിക്ക് കൂടുതലായിരുന്നു ആ ഒരു ഡാൻസിലൂടെ എനിക്ക് ഉണ്ടാക്കി തന്നത്. കാരണം എനിക്ക് എല്ലാ ന്യൂസ് ചാനലിലും വന്നു, അതേപോലെ ഈ നമ്മുടെ വനിത അതുപോലുള്ള മാഗസീൻസിൽ വന്നു. അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ആ ഒരു അന്ന് കിട്ടിയ എനിക്കൊരു അംഗീകാരവും ഹൈപ്പും അത് വേറെ തന്നെയാണ്. ശരിക്കും അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാ. അപ്പൊ അത്തരത്തില് വേറിട്ട ചിന്തകളും ഇനിയും അങ്ങനത്തെയൊക്കെ ചെയ്യണം അപ്പൊ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ഉണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും പുതുമകൾ കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാ. സമയമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് കുറെ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ എനിക്ക് പുതുമകൾ കൊണ്ടുവരണം. ഇപ്പൊ ഡാൻസിലാണെങ്കിലും എന്തെങ്കിലും എപ്പോഴും ഞാനൊരു പാട്ട് എടുക്കുവാണെങ്കിൽ
ഞാൻ ഇപ്പോഴും എന്നോട് ഓരോരുത്തർ എനിക്ക് ഇങ്ങനെ റീൽസ് ഇപ്പം ഇൻസ്റ്റ വന്നതോട് കൂടിയിട്ട് ഇൻസ്റ്റയിൽ ഉണ്ടാവുന്ന ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യും. ഇത് ചെയ്ത് നോക്കൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പം ഫാൻസ് പിള്ളേർ കുറെ പേര് അയക്കാറുണ്ട്, കുറെ പ്രേക്ഷകർ എല്ലാവരും അയക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാൾ എടുക്കുന്നതിനോട് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കില്ല. അല്ലാതെ മീൻസ് അല്ലാതെ ആരും ഒന്ന് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന എന്തെങ്കിലും പാട്ടുകളോ അതില് ക്ലാസിക്കല് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വീഡിയോ കൊണ്ടുവരാൻ ഓക്കെ, അങ്ങനെയാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറ്. യുണീക്ക് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ ആണല്ലോ കൂടുതൽ, നമ്മൾ ഇൻസ്റ്റയിലാണ് കൂടുതലും ആൾക്കാര് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ഇൻസ്റ്റയില് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഞാൻ എന്താണ് എനിക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം കമന്റ്സ് ഇടുവാണെങ്കിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും. കാരണം വെച്ചാൽ അവരവരുടെ സമയത്ത് നിന്ന് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാ. ഒരു കമന്റ് ഇടാണെങ്കിൽ പോലും അത് നമ്മളെ കണ്ട് നമ്മുടെ അത് അവർക്ക് മീൻസ് നമ്മുടെ പറയണം എന്ന് തോന്നുന്ന കാര്യമാണ് അവർ കമന്റിൽ ഇടുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ആയിരിക്കാം, ഒക്കെ ഇടുമായിരിക്കും. പക്ഷെ ഞാൻ എന്താണെങ്കിലും ചില കമന്റ്സ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കമന്റ്സ് ഉണ്ടായിരിക്കും. അത് എങ്ങനത്തെ കമന്റ്സ് ആണെന്ന് പറയണ്ടല്ലോ. കാരണം മോശപ്പെട്ട കമന്റ്സും വരാറുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ചെയ്യുന്ന. അതിന് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. ബാക്കി അല്ലാതെ എനിക്കിരുന്ന നെഗറ്റീവ് ആണെങ്കിൽ പോലും ഓക്കെ, ചില പറയാറുണ്ട് ഒന്നുകൂടി അഞ്ജലി ചിലപ്പോൾ എന്റെ കോസ്റ്റ്യൂം ആയിരിക്കും, എന്റെ കോസ്റ്റ്യൂമിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിലെന്തെങ്കിലും കറക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരുപാട് പേര് എനിക്ക് ഇത് തരാറുണ്ട്, എങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ. പക്ഷെ ഞാൻ അതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ എല്ലാത്തിനും ഞാൻ കമന്റ് ചെയ്യാറുണ്ട്, തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പറ്റുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ പലരും അതിൽ വന്ന് അവരുടെ ഒരു സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കാറുണ്ട്. ഞാൻ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ആ ഒരു സ്നേഹം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്റെ ഡാൻസ് വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട്, അവർ പറയാറുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇപ്പോഴും ജീവാംശം ആ ഒരു വീഡിയോ പോലെ തന്നെ ഞാൻ കൂടുതൽ വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു. ചിലപ്പോ വിജയിക്കാം, അതെ, പരാജയപ്പെടാം. എന്നാലും ട്രൈ ചെയ്യാനുള്ള ഒരു ചെയ്യാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇനി എന്തൊക്കെയാണ് അഞ്ജലിയുടെ ബാക്കിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ആയിക്കോട്ടെ, അഞ്ജലിയുടെ ഇഷ്ടങ്ങൾ വേറെ എന്തൊക്കെയാണ്? അങ്ങനെ നൃത്തം, അഭിനയം അല്ലാണ്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വേറെ എന്തൊക്കെയാ? ഞാന് വരയ്ക്കുമായിരുന്നു നന്നായിട്ട്. ഇപ്പം കുറെ കാലമായിട്ട് അത് എനിക്ക് അതിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കൈന്റെ ഒരു വഴക്കം പോയിട്ടുണ്ട്. എനിക്ക് വീണ്ടും അത് ഒന്നുകൂടിയും പൊടി തട്ടി എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. ഇപ്പം ഡാൻസ് സ്കൂൾ ഉണ്ട്, കൂടാതെ ഞങ്ങളുടെ കലാകളരി ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങളുടെ ഒരു ബൊട്ടിക് ഓൺലൈൻ ഷോപ്പിൽ പോകുന്നുണ്ട്. അത് തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോസ്റ്റ്യൂമിനെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത്. എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയില്ല, ബാക്കി ഡിസൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആ റോട്ടിച്ച് പിടിച്ചു. പിന്നെ അഭിനയം, ഇതും എപ്പോഴും നമ്മുടെ കൂടെ ഏതൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഭാവിയില് ഞാനിങ്ങനെ മീൻസ് ചിന്തിച്ചു വെച്ചിട്ടില്ല ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഒന്നും. ഞാനൊന്നും അങ്ങനെ ചിന്തിച്ചു വെക്കുന്ന ആളൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടെ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ ഡാൻസ് സ്കൂള്, ഇപ്പൊ ഞാൻ ഒരു ഡാൻസ് സ്കൂൾ എനിക്ക് കോട്ടയത്ത് ഞാൻ ഡാൻസ് സ്കൂൾ പണിതിരിക്കുക. അതായത് കൂത്തമ്പലത്തിന്റെ ഇതില് ഞാൻ അത് ഡാൻസ് സ്കൂൾ പണിതിട്ടുണ്ട്. ഇനി അതിന്നും കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ട് കലാകളരി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്. കാരണം ഇപ്പൊ എനിക്ക് ഷൂട്ടിന്റെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇനിയും കൂടുതൽ എന്താ പറയാ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. എന്റെ ബാക്കി വരുന്ന എന്റെ സ്റ്റുഡൻസ് അവർക്കും ഇതുപോലെ തന്നെ എന്താ പറയാ നല്ല നല്ല അവസരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അവരിലൂടെ അറിയപ്പെടുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ഒരു ഗുരു, ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയ ഒരു ഗുരു ഉണ്ട് എനിക്ക്. അതായത് എൻ്റെ അടുത്ത് സംസാരിക്കാതെയും ആ ഒരു ദേഷ്യം വെച്ച് പെരുമാറിയ ഒരാൾ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും എനിക്കൊരു വിഷമല്ല. ഇപ്പോഴും ഞാൻ ഒരു സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ കുട്ടികള് അങ്ങനെ ആവരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അവർക്ക് അവസരങ്ങൾ കിട്ടണം. അതിനു വേണ്ടി എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് കാര്യത്തിന് പോകുമ്പോഴും
എന്റെ കൂടെ ആരെങ്കിലും എന്റെ സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അവർക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലേ അവരിപ്പം ഞാനില്ലെങ്കിൽ കൂടെ അവർക്ക് അറിയണം. ചെയ്യാൻ പറ്റണം. അതെ, തീർച്ചയായും. ഓക്കെ ഓക്കെ. അഞ്ജലിയുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എന്ത് മനോഹരമാണ്. ഇപ്പോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോവാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അരം പ്ലസ് അരം കിന്നരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രോഗ്രാമിനെ കുറിച്ച്. ഓക്കെ. പക്ഷെ അതിനകത്തുണ്ടായ ഒരു ഇൻസിഡന്റ്, അതായത് അന്ന് ദിലീപേട്ടൻ വന്നിരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അന്ന് ദിലീപേട്ടൻ ഒരു അമ്മയ്ക്കും മകൾക്കും ഒരു സമ്മാനം കൊടുക്കുന്ന ആ ഒരു സീക്വൻസിൽ അഞ്ജലിയും അന്ന് അവിടെ ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ ദിലീപേട്ടൻ അറിയുന്നുണ്ടായിരുന്നില്ല ആ അമ്മയ്ക്കും മകൾക്കും അന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നോ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അപ്പോഴല്ലേ അത് അദ്ദേഹം അറിയുന്നത്. പക്ഷെ അഞ്ജലി ഇതിന്റെ എല്ലാം അവരുടെ യഥാർത്ഥ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ആ ഒരു ഇൻസിഡന്റിൽ അവർക്ക് അത് സമ്മാനം കൊടുക്കുക എന്ന് കണ്ടപ്പോ അഞ്ജലിയുടെയും കണ്ണുകളൊന്നും നിറഞ്ഞു. വളരെ ഇമോഷണൽ ആയി അന്നും അഞ്ജലി അല്ലെ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു ശരിക്കും അന്ന് അവിടെ ഉണ്ടായത്? എന്തിനാണ് അവർക്ക് അന്ന് കൊടുത്തത്? അവരെ കുറിച്ചും കൂടെ ഒന്ന് നമുക്ക് പറയാം. എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ അവരുടെ വീട്ടിലൊക്കെ പോയായിരുന്നു. ആ മോൾക്ക് സുഖമില്ലാത്ത ഒരു മോളായിരുന്നു. അപ്പം വീൽ ചെയർ, ആളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു വീൽ ചെയർ ആണ് ആൾക്ക്. അത് മാത്രമായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അല്ലാതെ ആള് വലിയൊരു ആഗ്രഹമായിട്ട് വന്ന ആളല്ല. അപ്പം ആള് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് പറ്റുന്ന ടെക്നോളജിയുള്ള ഒരു വീൽ ചെയർ ആയിരുന്നു ആളുടെ ആഗ്രഹം. കാരണം അവർ വീടൊക്കെ നമ്മൾ പോയി കണ്ടായിരുന്നു. ചെറിയ വീടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ കുട്ടിയെ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഒരിക്കലും അത് നോ പറയാതെ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംഘടനയുടെ ആത്മയായിരുന്നു അരം പ്ലസ് അരം കിന്നരം ആ ഒരു ഷോ ചെയ്തത്. അപ്പം അത് ഇപ്പോഴും അതെ, എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ആ ഒരു സംഘടനയിലെ അംഗമാണ്. അപ്പം അവര് എന്ത് പറഞ്ഞാലും അവരിതുവരെ നോ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴാണെങ്കിൽ കൂടെ അവരെല്ലാരും കൂടെ തീരുമാനം എടുത്തു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ സാഞ്ചേട്ടനാണ് നമ്മൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയതും. പിന്നെ സത്യം പറഞ്ഞാൽ അറിയാലോ, അങ്ങനത്തെ ഒരു ഷോ വരുമ്പോൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളായിട്ട് എല്ലാവരും പിന്നെ എത്തും. അതുവരെയ്ക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പിന്നെ സാജേട്ടനാണ് അത് സംസാരിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതൊക്കെ. പക്ഷെ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് വലിയ കാര്യമാണ്. കാരണം നമ്മളെ കൊണ്ട് എന്തൊരു ചെറിയ സഹായമാണെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം സംതൃപ്തിയും അത് ഭയങ്കര വലുതാ. ഞാനിപ്പോഴും ശ്രമിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ. ഞാൻ ആരുടെടുത്തും ഇങ്ങനെ അല്ലെങ്കിൽ തരാം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷകൾ ഞാൻ കൊടുക്കാറില്ല. എനിക്ക് പറ്റുന്ന എന്താണോ അത് ഞാൻ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ആരും അറിയണമെന്ന് വേണ്ട. വളരെ നല്ല കാര്യമാണ് അഞ്ജലി. അഞ്ജലിക്കും നയൻതാരയ്ക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അറിയാമോ അതെന്താണെന്ന്? ഉണ്ടോ? അറിയില്ലേ? എന്താ ഉണ്ട്? എങ്ങനെയായിരിക്കും ആ കണക്ഷൻ? അതല്ല, ഞാൻ പറയട്ടെ എന്താന്ന്. അതായത് പളുങ്കില് അരുണിമയുടെ കൂട്ടുകാരിയും കൂടെ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് നമ്മുടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ മൂവിയില് നയൻതാരയുടെ കൂട്ടുകാരി ഫ്രണ്ടും കൂടെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ്സിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പറയണതാണ്, നയൻതാരയ്ക്കും അഞ്ജലിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ്. ഈ രണ്ട് ഇൻസിഡന്റും കൂടിയാണ് അവർ കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഞാൻ പേടിച്ചു എന്താണെന്നല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ എന്റെ കൂട്ടുകാരിയുടെ ചെയ്യുന്നത് ജൂലി ആയിരുന്നു, ജൂലി ഹെൻറി എന്നിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര കെമിസ്ട്രി ആണ് ഞങ്ങൾ തമ്മില്. എനിക്കിപ്പോ തോന്നുന്നു അങ്ങനത്തെ ഒരു ഫ്രണ്ടിന് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മള് സുധി എന്ന് എടുത്താലും ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി ബോണ്ടിങ് ഉണ്ട്. പക്ഷെ ഈ ഫ്രണ്ട്സുകൾ തമ്മില് ഞാൻ എപ്പോഴും നമ്മൾ പേഴ്സ് അല്ലേ കൂടുതലും കെമിസ്ട്രി കാണുന്നതും ഒക്കെ. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പില് ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയത് ശരിക്കും എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് പറയാറുണ്ട്. ഓൺലൈൻ ചാനലുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, ഒരു ആക്ടറാണ് അഞ്ജലി എന്ന്. അഞ്ജലി എങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ ഒരു ഓൺലൈൻ ചാനൽ ബാക്കിലുണ്ടാവും. അവർ അഞ്ജലിയുടെ ഓരോ നീക്കങ്ങളും അവരിങ്ങനെ ശ്രദ്ധിച്ച് ഒരുപാട് ഇഷ്ടത്തോടെയാണ് അവരതെല്ലാം അപ്ലോഡ് ചെയ്യണത്. ഇത്ര അധികം അവർക്ക് ഇങ്ങനെ അഞ്ജലിയോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് പറഞ്ഞ പോലെ ഞാൻ ആരെയും ഇങ്ങനെ സംസാരം കൊണ്ടൊന്നും മുഷിപ്പിക്കാറില്ല. എന്റെ ഒരു ചിരിയാണ് ഇപ്പോഴും എന്റെ ഫേസിൽ ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കാം. ശരിയാണ് പറഞ്ഞത്, നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അവരുടെ അടുത്ത് നിന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും അതിലൊരു വശം നല്ല വശം
ചീത്ത ചീത്ത വിഷമമായിരിക്കാം. ഞാൻ നേരത്തെ കമന്റ്സിന്റെ കാര്യത്തിലും പറഞ്ഞു, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയും നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെയും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊന്നും ഞാൻ പ്രതികരിക്കാറില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അഞ്ജലി എവിടെയും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല വരണത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഷെയർ ചെയ്താൽ പോലും ഒന്നുമില്ല, അവരവിടെ എത്തിക്കാണോ, അവരവിടെ വീഡിയോസ് എടുക്കണു, അവർ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ എപ്പോഴും അതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആ ഒരു സപ്പോർട്ടാണല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു സപ്പോർട്ട് അടുത്തത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അടുത്ത ഈ ഒരു മാസം തന്നെ ജൂലൈയില് ടെലിവിഷൻ അവാർഡ്സ് ചെയ്യാണ്. ടെലിവിഷൻ അവാർഡ്സിൽ നമ്മുടെ ടെലിവിഷനിലൂടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായി മാറി മികച്ച നടി, മികച്ച നടൻ, മികച്ച സഹനടി, അവതാരക, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള അവാർഡ്സ് ഉണ്ടാവും, എല്ലാ യൂഷ്വൽ അവാർഡ് ഫംഗ്ഷൻസിലും കാണുന്ന പോലെ. അപ്പൊ ഇപ്പോ അഞ്ജലിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിങ് എല്ലാം നമ്മൾ ഇത് പോളിംഗിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടെലിവിഷൻ അവാർഡ്സിലുള്ളതും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഈ പ്രിയ പ്രേക്ഷകർ അഞ്ജലിനെ അന്ന് അതിലേക്ക് അവര് സെലക്ട് ചെയ്യുമോ, അവര് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അന്ന് കാത്തിരുന്ന് കാണാം. അതുപോലെ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ അവാർഡ്സ് നമ്മൾ നടത്തിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. അന്ന് നമ്മുടെ റബേക്കും അരുണിനും നമ്മൾ അവാർഡ് കൊടുത്തിരുന്നു. അന്ന് അവർ വന്നിരുന്നു, അത് ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോ ഇനി ഈ ഒരു ടെലിവിഷൻ അവാർഡ്സ് വരുമ്പോ അഞ്ജലി അന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മികച്ച നടിക്കുള്ള മികച്ച അല്ലെ സഹനടിക്കോ മികച്ച നടിക്കോ ഏത് കാറ്റഗറിയിലേക്കായിരിക്കും എന്ന് എനിക്ക് അറിയില്ല, അതിലേക്ക് അഞ്ജലിക്ക് എന്തായാലും നല്ലൊരു അവാർഡ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു അഞ്ജലി, താങ്ക് യു ഫോർ യുവർ ടൈം. ഒരുപാട് സന്തോഷമുണ്ട്. ടാസ്ക് ഒരെണ്ണം പെൻഡിങ് ഉണ്ടല്ലേ? അതെന്താ ഇനി? അതെന്താന്ന് പറയോ പെൻഡിങ് ഉള്ള ടാസ്ക്? നമ്മൾ ഒരു രണ്ടാമത് ഇന്റർവ്യൂ കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ഒരു 10 മിനിറ്റേ ഉള്ളൂ, കൂടുതൽ സമയമൊന്നുമില്ല. 10 മിനിറ്റും കൂടെ ഒരു ഇന്റർവ്യൂ ഒരാൾക്ക് കൊടുക്കണം, അതാണ് ടാസ്ക്. അപ്പൊ ആ ടാസ്ക് ആയിട്ട് അഞ്ജലി ഇവിടെ കണ്ടിന്യൂ, ഞാൻ പോവാണ്. അപ്പോൾ താങ്ക് യു അഞ്ജലി, താങ്ക് യു സോ മച്ച്. എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനത് പറയാണ്ട് കാരണം വെച്ചാൽ ഞാൻ ഈ ഇന്റർവ്യൂവിന് വരാൻ പേടിച്ച ഒരാളാണ്. പേടിയല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാനും നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനും ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില്. അപ്പം അത് എങ്ങനെയാവും എന്താന്നുള്ള വെറുതെ അതെ ഒരു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടാണുള്ളത്. എനിക്ക് ഒരിക്കലും ചേച്ചി പേടിച്ചിട്ടൊന്നുമല്ല, മനസ്സിലായി. ഇത്ര സമയം കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നല്ലോ, പേടിച്ചിട്ടൊന്നുമില്ലല്ലോ, നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു അഞ്ജലി. ഇത് നമ്മുടെ ചാനലിലല്ല ആക്ച്വലി ഇങ്ങനെ ഈ നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാറുള്ളൂ. മറ്റു ചില ചാനലുകളുണ്ട്, അവരാണ് ഇതിന്റെ ദ്വരാർത്ഥത്തിലൊക്കെ ഓരോന്നും വെച്ച് അതിനെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇന്ന് വരേക്കും പ്രത്യേകിച്ച് നമ്മൾ വിളിച്ചിട്ട് വരുന്ന അതിഥികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങളെല്ലാവരും നമ്മൾ ആ സ്നേഹം എന്നും അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് ഞങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അപ്പൂസോ ശാന്തിനോ ഒന്ന് വിളിക്കുമ്പോ പേടിക്കണ്ട, ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അപ്പൂനൊക്കെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഓക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു.